ഹലോ. എല്ലാ ദിവസവും വന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് സംസാരിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യും. പല ദിവസം ഞാൻ വിചാരിക്കും ഇന്നൊന്നും മിണ്ടണ്ട, ഒരുങ്ങി നേരെ ജോലിക്ക് പോകുന്നത്. പക്ഷേ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അതൊരു ഭയങ്കര നെഗറ്റീവാണ്. അപ്പോൾ ഇന്ന് എന്താ ഞാൻ പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് കുറച്ച് വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും ഇങ്ങനെ ചെറുപ്പക്കാരായ പിള്ളേരുടെ ആത്മഹത്യകളാണ്. തൂങ്ങി മരണം, അങ്ങനെ ഇപ്പോൾ തന്നെ 2 കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥി, ഒരു പയ്യൻ ആദിത്യൻ, പിന്നെ ഏതോ ഒരു കുസാറ്റിലെ ഒരു വിദ്യാർത്ഥിനി. അപ്പോൾ ഇവരൊക്കെ എത്ര വേഗമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇത് ഇത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ. അത്രയും മാനസിക സമ്മർദ്ദം കൊണ്ടായിരിക്കും താങ്ങാൻ പറ്റാത്ത. എനിക്ക് തോന്നുന്നു ലഹരി ഒരുപാട് ആയതുകൊണ്ടാവാം ഒരു പക്ഷേ കുറേ പേരെങ്കിലും ഇതിലൊക്കെ പെട്ടു പോകുന്നുണ്ട്. കാരണം ഇത് ഇത്രമാത്രം വന്നിറങ്ങിയില്ല. ഇപ്പോൾ കോടികളുടെ 3 കോടിയുടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത് പിടിച്ചു. ഒന്ന് ആലോചിക്കും, 3 കോടി എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഉണ്ടാവൂലേ. ഇതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ കേരളത്തിൽ നിന്ന് ഇത്രയൊക്കെ പിടിക്കണമെങ്കിൽ ഈ കേരളത്തിൽ എന്തുമാത്രം യൂസ് ഇതിനുണ്ടാവണമെന്നുള്ളത്. അപ്പം ശരിക്കും നമ്മുടെ മക്കൾ ആര് ഇത് ഉപയോഗിക്കുന്നില്ല എന്നൊന്നും അറിയില്ല. പക്ഷേ വളരെ വളരെ ക്രൂരതകൾ ഈ നാട്ടിൽ കൂടി വരുന്നുണ്ട് അല്ലേ. അക്രമങ്ങൾ ഭയങ്കരമായിട്ട് കൂടി വരുന്നു. അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയും ഫ്രണ്ട്സിനെയും ഒന്നും തിരിച്ചറിയാത്ത വിധത്തിൽ അടി ബഹള, ഇടിച്ചു കൊല്ലുക, തല്ലിക്കൊല്ലുക, ചവിട്ടിക്കൊല്ലുക, പിന്നെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഇമാതിരി എനിക്ക് തോന്നുന്നു ഈ ഒരു ലഹരി ഉപയോഗം ആൾക്കാരുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഇല്ലാതാക്കുന്നുണ്ട്. ഇപ്പം ആദിത്യൻ്റെ മരണം വീട്ടുകാർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ആദിത്യൻ ഒരിക്കലും സ്വയം ആത്മഹത്യ ചെയ്യില്ല എന്നപ്പോൾ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. അപ്പോൾ ആദിത്യനെ എതിർത്തതിൻ്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. നമ്മുടെ പ്രതീക്ഷകൾ, മക്കൾ, വളർന്നു വരുന്ന തലമുറകൾ നമ്മളെന്ത് ധൈര്യത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാം പിടിക്കുന്നില്ലല്ലോ. അദൃശ്യമായി പിടിക്കപ്പെടുന്നതാണ് ഈ കോടികളുടെ മയക്കുമരുന്ന് എന്ന് പറയുന്നത്, പിടിക്കപ്പെടുന്നത്. അപ്പോൾ പിടിക്കപ്പെടാതെ എന്തുമാത്രം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മുടെ മക്കളിൽ തന്നെയല്ലേ കണ്ണുവെച്ച് ഇരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് എത്തിക്കുക, അവരിതിനായിട്ട് യൂസ് ചെയ്യാതെ സ്കൂൾ കേന്ദ്രീകരിച്ച്, കോളേജ് കേന്ദ്രീകരിച്ച് ഒക്കെ. അപ്പോൾ ഇതിന് എന്തായാലും ഒരു ഉറച്ച തീരുമാനം വരണം എന്നുള്ളതാണ്. കാര്യം ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൗൺസിലിംഗ് നമ്മൾ എല്ലായിടത്തു നിന്നും കൊടുക്കണം. വീട്ടിൽ നിന്ന് കൊടുക്കണം, സ്കൂളിൽ നിന്ന് കൊടുക്കണം. കൊടുക്കുന്നില്ല എന്നല്ല, പോരാ, കൗൺസിലിംഗ് പോരാ. കാര്യം ഇതിൻ്റെ വരാനിരിക്കുന്ന ദുരാപത്ത് എന്താണ് എന്നുള്ളത് ഇവർക്ക് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. സീരിയസ്ലി. കാര്യം അല്ലെങ്കിൽ പിന്നെ ഇത് നടക്കില്ല. കാര്യം ഇവരുടെയൊക്കെ മനസ്സിൽ ഇതുകൊണ്ട് ഭയങ്കര എന്തോ ഒരു സംഭവം കിട്ടുന്നു എന്നാണ്, ഭയങ്കര ശക്തി കിട്ടുന്നു, നമ്മുടെ വേറെ മൈൻഡ് സെറ്റ് ആവുന്നു. അപ്പോൾ വീട്ടിലൊക്കെ ഇപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉള്ള, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒത്തിരിയും പിള്ളേരൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും മൈൻഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ നടക്കാതെ, അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് അത് നടക്കാതെ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ വിചാരിക്കും മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടി, മൈൻഡ് സെറ്റാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം, അങ്ങനെയായിരിക്കും വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വലിയൊരു ദുരാപത്ത് എന്താണ് എന്നുള്ളത് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. ഭയങ്കരമായിട്ടുള്ള ശ്രദ്ധ നമ്മുടെ മക്കളിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ സ്പ്രെഡായി ഓരോ സ്ഥലത്ത് കുട്ടികളിങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കും, ആൾക്കാർ വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇല്ല.